ഹലോ ഗൈസ്, നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. തീ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. രാവിലെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ വിറകടുപ്പിൽ തീ പിടിപ്പിക്കലാണ് കേട്ടോ. ഇന്ന് പുതിയ ജോലിയുടെ ട്രെയിനിങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചത്തേക്കുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം ഇറങ്ങാം. നല്ല കാര്യത്തിന് പോവല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ക്ഷേത്ര ദർശനം കൂടെ ആവാമെന്ന് വിചാരിച്ചു. 30 ദിവസമായിട്ട് ഞാനിങ്ങനെ ജോലിക്കൊന്നും പോവാതെ വീട്ടിലാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 30 ദിവസമൊക്കെ എവിടെയും പോവാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഈ മഴയും അതുപോലെ തന്നെ ഇത്രയും ദിവസം വർക്കിന് പോവാത്ത ഈ ഗ്യാപ്പും കൂടെ ആയപ്പോൾ നല്ല മടിയും കൂടെ ഉണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്മാവാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ പോയത് പെർളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ. കുറച്ച് ദിവസമായി സ്വപ്നം കാണുന്നു. എല്ലാ ദിവസവും സ്വപ്നത്തിൽ മുഖ്യ അതിഥി പാമ്പാണ് കേട്ടോ. പാമ്പുകളെ സ്വപ്നം കാണുന്നത് എന്തെങ്കിലും നേർച്ചയോ വഴിപാടോ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലാണ് എന്നാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റതും ഞാൻ ഏട്ടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യം അതിനുള്ളത് ചെയ്യാമെന്ന്. നേരെ പെർളശ്ശേരി പോയി നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് മുട്ടയാണ് കേട്ടോ കൊടുക്കുന്നത്. അവിടെ അതൊരു പ്രത്യേക വഴിപാടാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ റെസീറ്റ് മുറിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി ആ നേർച്ച അങ്ങ് കഴിപ്പിച്ചു. കുറേ നാളുകൾക്ക് മുന്നേ ഇതുപോലെ ഞാൻ സ്വപ്നം കണ്ടപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ട് ഈ ഒരു നേർച്ച കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. പിന്നീട് നേരെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിട്ടോ. കാരണം എനിക്ക് 10 മണിക്കാണ് ഓഫീസിലെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പം കൈതേരിപ്പാലം എത്തിയപ്പം ഏട്ടൻ്റെ ആൻറ്റി ഉണ്ട്, അവിടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞ്. ആൻറ്റി അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കമ്പനിയാണ്. എനിക്ക് പിന്നെ മധുരം തരാനായി തിടുക്കം. അങ്ങനെ ഞങ്ങൾ പായസം വെക്കാൻ തീരുമാനിച്ചു. ഇതാണ് കേട്ടോ ആൻറ്റിയുടെ വീട്. വന്ന് കയറിയതും ഏട്ടന് തലവേദന ആയതുകൊണ്ട് ഏട്ടനൊന്ന് കിടന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പായസം റെഡിയാക്കി കൊടുക്കണം എന്നായിരുന്നു ആൻറ്റി പറഞ്ഞത്. അങ്ങനെ പായസത്തിൻ്റെ പണി തുടങ്ങി. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പായസം. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി അങ്ങ് ഏറ്റെടുത്തു. ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയുമല്ലേ? ശരിയാണ്, ഞങ്ങൾക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു. അതിനിടയിൽ പായസത്തിൻ്റെ പണിയും അങ്ങ് കഴിഞ്ഞു. വൈബിനൊത്തുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാതോരാതെ സംസാരിക്കും. പഴയ കാര്യങ്ങൾ ഓർത്തോർത്ത് സംസാരിക്കാനുണ്ടാവും. വിവാഹം കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ വിരുന്നൊക്കെ നടക്കുന്നത്. പുതിയ കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം നല്ല തിരക്കായിരുന്നു ഏട്ടന്. ഇപ്പം ആ തിരക്കെല്ലൊഴിഞ്ഞ് അത്യാവശ്യം വിരുന്നിനൊക്കെ പോകാൻ പറ്റുന്നൊരു സമയമായിട്ടോ. ഞങ്ങൾ ആ വീട്ടിൽ പോയ സമയം ആ വീട്ടിൽ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോള് ജോലിക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതര സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അതാണ് കേട്ടോ ഇവിടെ. മാള് വന്നതും ആ പായസം കൊടുത്ത് അഭിപ്രായം അറിയാനായിരുന്നു എൻ്റെ തിടുക്കം. അങ്ങനെ അവളും പറഞ്ഞു അടിപൊളിയാണെന്ന്.